ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുളിച്ച് ഒരുങ്ങി അമ്പലത്തിൽ പോവാണ് കേട്ടോ. സിഡ്നിയിൽ വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ ഒരു അമ്പലത്തിൽ പോകുന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം ഒന്ന്, എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ നിരീശ്വരവാദിയൊന്നുമല്ല, പക്ഷേ അത്ര താല്പര്യമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് മടിച്ചിരുന്നു. പക്ഷേ ഇന്നലെ എൻ്റെ ഫ്രണ്ട് ദീപ മെസ്സേജ് ഇട്ട് ചോദിച്ചു, നമുക്ക് അമ്പലത്തിൽ പോയാലോ, ഇവിടെ പരമട്ടിയിലൊരു അമ്പലമുണ്ട്, അവിടെ പോയാലോ എന്ന്. കാരണം ഞാൻ എന്നോ ദീപനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ഇവിടുത്തെ അമ്പലത്തിൽ എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പം നമുക്കൊന്നിച്ച് എന്തെങ്കിലും പോയാലോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് പോകാം എന്ന്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് യെസ് പറഞ്ഞു കേട്ടോ. അപ്പം 3 മണിക്ക് പരമട്ടെ വെച്ച് മീറ്റ് ചെയ്യാം എന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എനിക്കറിയത്തില്ല ഇവിടുത്തെ അമ്പലം സിഡ്നിയിൽ ഒക്കെ എങ്ങനെയാണ്. അമ്പലം സാധാ അമ്പലം പോലെ ആയിരിക്കും, നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ ആയിരിക്കുമോ അതോ നോർത്ത് ഇന്ത്യയിൽ പോലത്തെ അമ്പലമായിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ സ്റ്റേറ്റസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പലരുടെയും. അപ്പോൾ ഞാൻ നേരിട്ട് പോയി കാണാൻ പോവാണ്. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. 665 ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അതാകുമ്പം ടി-വേ റോഡിലൂടെയാണ് പോകുന്നത്. ഈ ടി-വേ എന്ന് പറയുമ്പം ബസ് മാത്രം ട്രാവൽ ചെയ്യുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ അധികം ട്രാഫിക്കൊന്നും ഇല്ല. ആൻഡ് ഈ 665 ബസ് ഇപ്പം എല്ലാ 10 മിനിറ്റ്സ് കൂടുമ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സബർബിൽ നിന്ന് പാരമട്ടെ പോകുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു 35 മിനിറ്റ്സ് ട്രാവൽ മാത്രമേ ഉള്ളൂ റൗസിൽ നിന്ന് പാരമട്ടെ പോകാനായിട്ട്. ആൻഡ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഡ്രൈവറിൻ്റെ അടുത്ത് ഒരു സിംഗിൾ സീറ്റ് ഉണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു സീറ്റ് അവൈലബിൾ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പാരമട്ടെ എത്തി. ദീപ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വേറൊരു ബസ് കയറിയാണ് ആ അമ്പലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ദീപനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ദീപ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. പോകുന്ന റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നേ. ഞാൻ പാരമട്ടയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു റൂട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നേ. നല്ലൊരു ആർക്കിടെക്ചർ ആയിരുന്നു കേട്ടോ. ശ്രീ മുരുകൻ ടെമ്പിൾ എന്നായിരുന്നു കേട്ടോ പേര്. അതുകൊണ്ട് തന്നെ മുരുകനായിരുന്നു മെയിൻ ഐഡല്. പക്ഷെ എല്ലാ ദേവീ ദേവന്മാരും ഉണ്ടായിരുന്നു. ആരെയും അവർ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു പീസ്ഫുൾ അമ്പലമായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തിയ ടൈമും നല്ലൊരു സമയമായിരുന്നു. നല്ല വെതറായിരുന്നു. മഴയും ഉണ്ടായിരുന്നില്ല, അധികം തണുപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. ദീപയാണ് എന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫുഡിൽ മാത്രമല്ല കേട്ടോ, ഇതുപോലെ ടെമ്പിൾ, ചർച്ച്, അവിടെയൊക്കെ ദീപയാണ് കേട്ടോ എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. സെൻറ് മേരീസ് കത്തീഡ്രൽ ചർച്ചിലും പുള്ളിക്കാരി തന്നെയാണ് കേട്ടോ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയത്. അവിടെ നിന്ന് ആക്ച്വലി പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം കുറച്ചു നേരം അവിടെ നിന്നിട്ടൊക്കെയാണ് പോയത്. കുറിയൊക്കെ കോരി വാരി ഞാൻ ഇട്ട് ഇവിടൊക്കെ നോക്കാം. വരുന്ന വഴിക്ക് എൻ്റെ ഡ്രസ്സിന് ചേരുന്നൊരു പൂ കിട്ടിയപ്പം ഞാൻ അതെടുത്ത് തലയിൽ വെച്ചേട്ടോ. വട്ടാന്ന് വിചാരിക്കരുത്, കുറച്ച് എസ്തറ്റിക് ആവാൻ ശ്രമിച്ചതാണ്. അങ്ങനെ തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് പാരമട്ടിലോട്ട് പോവുകയാണെ. ഈ വരുന്ന വണ്ടി ഉണ്ടോ, ഇത് ഞാൻ കുറേ നാളുകൊണ്ട് നോട്ടിട്ടതാണ് കേട്ടോ. എനിക്ക് ഈ ബസ്സിൽ കയറണമെന്നും അതിൻ്റെ ടോപ്പിൽ തന്നെ ഇരിക്കണമെന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേടിയ വള്ളി കാലെ ചുറ്റിയതുപോലെ എനിക്ക് ഈ ബസ്സിൽ കയറാനും പറ്റി, അതിൻ്റെ ടോപ്പിൽ തന്നെ ഇരിക്കാനും പറ്റി കേട്ടോ. അതും ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ഡ്രൈവറിൻ്റെ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. ഈ ഒരു ബസ്സിലിരുന്നപ്പം മറ്റ് ബസ്സുകളുടെയൊക്കെ ടോപ്പ് ഏരിയ കാണാൻ പറ്റുമായിരുന്നേ. ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാരമട്ടയിലെത്തി വെസ്റ്റ് ഫീൽഡിലോട്ട് കയറി കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മുംബൈ ചാവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടെന്ന് ദീപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോകാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ അത് 5 മണിക്കേ തുറക്കൂ. ഇപ്പം 4 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 1 മണിക്കൂർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കളയണം. ഞാൻ ഇവിടെ കയറിയിട്ട് 3 ലൂഫ വാങ്ങി. $1.49 ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഫോം ആവല്ലേ? ചെവിയിൽ വെക്കുന്ന സാധനം. ഇയർ പ്ലഗ്സ് വിചാരിച്ചെന്താന്ന്
ഞാനൊരു സോപ്പിന്റെ ചെറിയ എന്തോ സംഭവം ഞാൻ വായിച്ചില്ല. ഞാൻ സോഫ്റ്റ് ഫോം മാത്രം വാങ്ങി, ബാക്കി ഞാൻ വായിച്ചില്ല. ആ, ഇതൊരു ലൈറ്റ് വെയിറ്റ് റെയിൻകോട്ടാണ്. ഇപ്പം ഒരു ഡിമോക്സ് ബുക്ക് സ്റ്റോറിൽ കയറി. ഇപ്പോൾ ഭയങ്കര ഒരു പുസ്തകപ്പുഴുവാണ്. ഭയങ്കരമായിട്ട് പുസ്തകം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് നിന്ന് പറയാം, ഞാൻ ഡിമോക്സ് ബുക്ക് സ്റ്റോർ ഇങ്ങനെ കാണിച്ചപ്പോൾ പുള്ളിക്കാരി പറയാണ്, അയ്യോ എന്നെ കാണിക്കില്ല, ഞാൻ വാങ്ങിച്ചു പോകുമെന്ന്. ഇല്ല, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അയ്യോ വാങ്ങിച്ചു പോകുമെന്നൊക്കെ പറയുന്നത്. ഇത് ബുക്സ് വാങ്ങിച്ചു പോകുന്നു. അതെന്ത് ബുക്കാ? ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആകുന്ന ഒരു മേഖലയാണ് ഈ ബുക്ക് സ്റ്റോഴ്സൊക്കെ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിമോക്സ് ബുക്ക് സ്റ്റോറിൽ കയറുന്നത്. അപ്പോൾ ഞാൻ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ദീപയാണെങ്കിൽ എനിക്ക് ഓരോ ബുക്സിനെ പറ്റി പറഞ്ഞു തരുമായിരുന്നു. ഈ ബുക്ക് എനിക്ക് ദീപു സജസ്റ്റ് ചെയ്തതാണ്. ജാപ്പനീസ് ബുക്കാണ്. എനിക്ക് വീഡിയോ എടുത്ത് വെക്കുകയാണ് ഞാൻ. എന്തെങ്കിലും ഞാനിപ്പോൾ ഉള്ള ബുക്സ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഒരു സീരീസിലെ ബുക്സൊക്കെ നല്ലതാണെന്നാണ്, എനിക്ക് പറ്റിയതാണെന്നാണ് പറയുന്നത്. ദീപു വായിച്ചിട്ടുണ്ടോ? ഇത് വായിച്ചിട്ടുണ്ട്, ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ്. ബാക്കി വായിക്കണം. ബാക്കി ഇതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലേ? ഓക്കെ. പക്ഷെ വെരി ഈസി ടു റീഡ്. വേഗം കഴിയും. പിന്നെ അധികം കോംപ്ലക്സ് ടോപ്പിക്സ് തന്നെ. എനിക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. ഈ ഒരു മേഖലയെ പറ്റി എനിക്ക് വളരെ വിജ്ഞാനം കുറവായതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല. പക്ഷെ ഏറ്റവും ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്. എത്ര ബുക്സ് വായിച്ചിട്ടുണ്ട് ടോട്ടൽ? ഇപ്പൊ നിർത്തി, ലൈബ്രറി പോകണോണ്ട്. അല്ല, ടോട്ടൽ അല്ലാണ്ട് ഒരു കൗണ്ട് ഉണ്ടോ? എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയും, ഞാൻ ഒരു 4 ബുക്സ് വായിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ. നല്ല ഫേവറേറ്റ് അല്ലേ? എന്താണ് അതില്? ഓസ്ട്രേലിയൻ നേറ്റീവ് ഫ്ലവേഴ്സ് കുറച്ച്. പിന്നെ അവര് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോരോ ഫ്ലവറിന് ഓരോരോ മീനിങ് ആണ്. ചില ഫ്ലവറിന് ലവ് ആണ്, അത് കൊടുക്കാൻ സ്നേഹം. അപ്പൊ അതിനെ ഫിക്ഷണൽ സ്റ്റോറി. ഫിക്ഷണൽ. ഇവിടുത്തെ നേറ്റീവ് ഫ്ലവേഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത് ഭയങ്കര ഇതും കൊള്ളാം എന്നാണ് പറയുന്നത്. നൈറ്റ് ലൈബ്രറി. ഇച്ചിരിയെങ്കിലും വായിച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് കേട്ടോ ഇത്. ഇത് വായിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ആണെന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ, അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് വായിച്ചതിന് ശേഷമാണ് എനിക്ക് റീഡിങ് ഹാബിറ്റ് തുടങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നി തുടങ്ങിയത് തന്നെ. ദീപു പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. കയറിയപ്പോൾ തന്നെ ഒരു ബുക്ക് വാങ്ങിച്ചു. ഈ ഒരു ബുക്കാണ്. ഇങ്ങനെ ഷോപ്പിംഗ് അല്ല, ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും 4:56 ഇനി ഞങ്ങൾ ആ ഷോപ്പിലോട്ട് പോവാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, നല്ല കാറ്റ് കൊണ്ടുള്ള മഴ. റെയിനിങ് ഹെവിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നന്നായിട്ട് നല്ല മഴ, കാറ്റും കൊണ്ടുള്ള മഴ. നല്ല ഇതായിട്ട് കൂടിയതുകൊണ്ട് ഞങ്ങൾ മറ്റേ കടയിൽ പോകുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു, തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഫൈനലി വീട്ടിൽ എത്തി. നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പരമട്ടയിലുള്ള മഴയൊക്കെ മാറി. പിന്നെ ദീപുവിൻ്റെ ഒരു റിലേറ്റീവിനെ കണ്ടു. അങ്ങനെ ആ റിലേറ്റീവ് ആ കടയിൽ പോകാൻ നിൽക്കുന്നതായതുകൊണ്ട് ദീപു ആ റിലേറ്റീവിൻ്റെ കൂടെ പോയി കേട്ടോ. ശരിക്കും യോഗം ഉണ്ടായില്ല, പക്ഷെ കുഴപ്പമില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നല്ല ഒരു ഗുഡ് ഒരു പീസ്ഫുൾ ഈവനിങ് ആയിരുന്നു.
അപ്പോൾ ഇനിയൊന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. ഡിന്നറൊക്കെ കഴിക്കണം, കിടക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!